പുനലൂർ നഗരസഭയിലെ സ്ലോട്ടർ ഹൌസ് ജില്ലാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ പരിശോധിച്ചു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ സ്ലോട്ടർ ഹൌസ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ലെന്ന് സംഘം വിലയിരുത്തി. അടച്ചുപൂട്ടാൻ നഗരസഭയ്ക്ക് നോട്ടീസ് നൽകുമെന്നും അധികൃതർ അറിയിച്ചു. കൊല്ലം ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് എസ് രാമചന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ തന്നെ ഈ സ്ലോട്ടർ ഹൗസുമായിട്ടുള്ള നിയമം നോക്കുമ്പോൾ ആ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടല്ല ഇവിടെ ഒരു സ്ലോട്ടർ ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നമ്മളിതിന്റെ വീടുകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇത്ര ഡിസ്റ്റൻസ് വേണമെന്നൊക്കെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ പരിധിക്ക് ആ ഉള്ളിൽ നിന്നുകൊണ്ടല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ നിലവിൽ ഇവിടുത്തെ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളും ഇവിടെ ഇല്ല. പിന്നെ നിയമപരമായിട്ട് സ്ലോട്ടർ ഹൗസിന്റെ നിയമത്തിൽ പറയുന്നതല്ല ഇവിടെ കശാപ്പ് നടത്തുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഇത്തിരി കാര്യങ്ങൾ അപാകതകൾ ഇതിനകത്തുണ്ട്. ഇനി അടുത്ത നടപടി എന്താ? അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട കാര്യങ്ങൾ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ബോധ്യപ്പെടുത്തിയിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ മുഖേന പിന്നെ ഇത് മുനിസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുക. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഇവിടെ. സ്ലോട്ടർ ഹൌസിലെ മാലിന്യം ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ 3 കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളം ശേഖരിക്കുന്ന കല്ലടയാറ്റിലേക്ക് ഒഴുകിയെത്തുന്നതായി പരാതി ഉയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് AK നസീറാണ് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ ഡിസംബറിൽ പരിശോധനയ്ക്കെത്തിയിരുന്നു. അറവ് മാലിന്യം കല്ലടയാറ്റിൽ പതിക്കുന്നത് പരിശോധനയിൽ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടൽ ഉത്തരവിന് മുന്നോടിയായുള്ള നോട്ടീസ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ ജനുവരി 11 നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയിരുന്നു. പകരം സംവിധാനം ഒരുക്കുന്നതിന് 7 ദിവസം സമയം നൽകുകയും ചെയ്തു. സമയപരിധി അവസാനിച്ച സാഹചര്യത്തിലാണ് മെഡിക്കൽ സംഘം പരിശോധനയ്ക്കെത്തിയത്. സംഘം ശനിയാഴ്ച പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് റിപ്പോർട്ട് നൽകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.